كفاني علم ربي من سؤالي. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ളവരെ, പൈശാചികമായ രോഗങ്ങളെ തിരിച്ചറിയാൻ ചികിത്സാ അനുഭവങ്ങൾ, ആ അനുഭവങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുള്ള രോഗ വിഷയങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പം കഴിഞ്ഞ ഒരു പ്രോഗ്രാമിൽ അതാണ് സൂചിപ്പിച്ചത്. വീണ്ടും നമ്മൾ കുറേ പ്രോഗ്രാമുകൾ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അത്തരം രോഗങ്ങളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു രോഗമാണ് പ്രേമം. പിശാച് ബാധ മൂലം സംഭവിക്കാൻ വളരെ സാധ്യതയുള്ള അത്തരം അനുഭവങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. പ്രേമം ഉണ്ടാകുക, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ബാധയുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് എതിർ ലിംഗത്തിനോട് ഒരു വൈകാരികമായ ലൈംഗികമായ ഭ്രമം ഉണ്ടാകുക സാധ്യമാണ്. കാരണം പിശാച് ആണ് കൂടെയുള്ളത്. അപ്പോൾ ആ പിശാച് ഇയാളെ അത്തരത്തിലുള്ള അധാർമികമായ പല ചിന്തകളിലൂടെ ഒരു സ്നേഹമെന്നോ പ്രേമമെന്നോ ഒക്കെ പറഞ്ഞ് തെറ്റിലേക്ക് അടുപ്പിക്കുകയാണ്. സാധാരണ സ്ത്രീ പുരുഷന്മാർ തമ്മിലുണ്ടാകുന്ന സ്നേഹ പ്രേമ ബന്ധങ്ങൾ അത് ഒരു വ്യക്തിയുടെ ലൈംഗികമായ താല്പര്യം കൊണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ധാർമ്മിക ജീവിതത്തിൽ നിന്ന് തെറ്റിയത് കൊണ്ടോ ഒക്കെ സംഭവിക്കാം. അത്തരം കാര്യങ്ങളല്ല ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. ഏതൊരു അധാർമികതയുടെയും തെറ്റിന്റെയും പിന്നിൽ പിശാചിന്റെ ഒരു വകുപ്പ് അത് കാരണമായി വർത്തിക്കുന്നുണ്ട്. എന്നാൽ അതിനപ്പുറം ഒരു ബാധയിലൂടെ പിശാച് ബാധിച്ച് സംഭവിക്കുക എന്ന വിഷയമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. പ്രേമം എന്ന് പറയുന്ന വിഷയം അത്തരത്തിൽ സംഭവിക്കുകയും ചികിത്സയിലൂടെ അവരെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ പ്രേമം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാം? ഇതൊരു ബാധ മൂലം സംഭവിച്ചാണെന്ന്. പലപ്പോഴും പ്രേമിക്കപ്പെടുന്ന വ്യക്തിയുടെ ധാർമ്മിക ജീവിതമോ അദ്ദേഹത്തിൻ്റെ കഴിവുകേടുകളോ അദ്ദേഹത്തിൻ്റെ ദുസ്വഭാവങ്ങളോ ഒന്നും പ്രേമിക്കുന്ന വ്യക്തിക്ക് സബ്ജക്റ്റ് ആയിരിക്കുകയില്ല. അത് ആണിന് പെണ്ണായാലും പെണ്ണിന് ആണായാലും അതിൻ്റെ ബുദ്ധിയും അതിൻ്റെ ലോജിക്കും ഒക്കെ വിശകലനം ചെയ്താൽ പോലും, അവർക്ക് വ്യക്തമായി തെളിവുകളടക്കം ബോധ്യപ്പെടുത്തിയാൽ പോലും ഈ പ്രേമത്തിൽ നിന്ന് പിന്തിരിയാൻ അവർ തയ്യാറല്ല. ഇവിടെയാണ് ഇതിന്റെ പിന്നിൽ പിശാചിന്റെ ബാധ മൂലം അല്ലെങ്കിൽ ബാധയിലൂടെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുന്നത്. ഇവിടെ പ്രേമം എന്ന് പറയുമ്പോൾ അത് മനസ്സിന്റെ ഒരു വികാരത്തിൽ നിന്നുണ്ടാകുന്ന ഭ്രമമാണ് പുരുഷനെ സംബന്ധിച്ചിടത്തോളം. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവിടെ ആത്മാർത്ഥമായ സ്നേഹം വർക്കൗട്ട് ചെയ്യുന്നുണ്ടാവാം. പക്ഷേ അതിന് കാര്യമില്ലല്ലോ. പുരുഷന്റെ മാനസികാവസ്ഥ, തൻ്റെ ലൈംഗികമായ താല്പര്യത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരു ഭ്രമം, അതിനെ സ്നേഹമെന്നോ പ്രേമമെന്നോ മറ്റെന്തെങ്കിലുമൊക്കെ പേര് പറഞ്ഞാലും യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത് ഒരു പൈശാചിക മുന്നേറ്റമാണ്. അതാണ് ബാധയിൽ കലാശിക്കുക. ഒന്നിൽ ബാധയിൽ കലാശിക്കുന്ന ഒരു പിശാച് അത്തരം വ്യക്തികളുമായി അടുക്കുകയും ബാധ ഏൽക്കുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ ബാധ ഏറ്റ വ്യക്തി മൂലം ഇത്തരം പ്രേമങ്ങളും കാര്യങ്ങളും സംഭവിക്കുന്നു. ഇവിടെ മനസ്സിന് ഉണ്ടാകുന്ന ഈ വൈകൃതം, അത് ഒരു മറ്റർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു പഞ്ചവൈകൃതം എന്ന നിലയ്ക്ക് ഇതിനെ ഒരു അധാർമിക വൈകൃതം എന്ന നിലയ്ക്ക് ഇന്നത് പുതിയ പഴയ സംഭവമാണെങ്കിലും ഒരു പുതിയ ചിത്രമായി, ഒരു പുതിയ സബ്ജക്റ്റായിട്ട് ഇന്ന് ജനങ്ങളുടെ മുമ്പിൽ സജീവമാണ്. എന്തെന്ന് വെച്ചാൽ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോടുണ്ടാകുന്ന ലൈംഗികമായ താല്പര്യം, അത് പുരുഷനെന്നോ സ്ത്രീയെന്നോ ഇല്ല. ഒരു പുരുഷന് പുരുഷനോടുണ്ടാകുന്ന ലൈംഗികമായ താല്പര്യം, അല്ലെങ്കിൽ സ്ത്രീക്ക് സ്ത്രീയോടുണ്ടാകുന്ന ലൈംഗിക താല്പര്യം, അവിടെ ലിംഗ വ്യത്യാസമില്ല. അവിടെ ബാധ, പൈശാചിക ബാധ കൊണ്ട് അത് സംഭവിക്കാം. ഒരു സ്ത്രീക്ക് സ്ത്രീയോട് താല്പര്യമുണ്ടാവുകയാണ്. മനുഷ്യന്റെ ശാരീരികമായ ഇച്ഛകൾക്ക് അടിമപ്പെട്ടുകൊണ്ട് അതിൻ്റെ പിന്നിലും ഒരു പിശാചുണ്ട്. എങ്കിൽ തന്നെയും അത് ബാധ ഏറ്റ ഒരാളാകുമ്പോൾ അവിടെ ലോജിക്കുകളോ ബുദ്ധിയോ മറ്റോ ഒന്നും പ്രവർത്തിക്കാതെ അന്ധത ബാധിച്ചൊരു വ്യക്തിയെ പോലെ എനിക്ക് ഇന്ന ആളിനോട്, അതായത് പുരുഷന് പുരുഷനോട് തന്നെ, സ്ത്രീക്ക് സ്ത്രീയോട് തന്നെ ലൈംഗികമായിട്ടുള്ള താല്പര്യങ്ങളും ആഗ്രഹങ്ങളും ഉടലെടുക്കുന്നു. അങ്ങനെ
ഒരു അധാർമികമായ ജീവിതത്തിന് അവർ തയ്യാറാകുന്നു. ഇണയെപ്പോലെ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കളെ പോലെ അവർ ജീവിക്കാൻ, അത് ജനങ്ങളുടെ സദാചാരമായ താല്പര്യങ്ങളോ കുടുംബത്തിന്റെ താല്പര്യങ്ങളോ മറ്റ് തനിക്ക് സമൂഹത്തിലുണ്ടാകുന്ന അഭിമാനക്ഷതങ്ങളോ അവർക്ക് പ്രശ്നമായി വരുന്നില്ല. ഇവിടെയാണ് പിശാചിന്റെ പ്രവർത്തനം നടക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നത്. ഇതുപോലെ തന്നെ സ്ത്രീക്കും പുരുഷനും ഉണ്ടാകുന്ന ലൈംഗിക താല്പര്യങ്ങൾ പ്രകടിപ്പിക്കാനും ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനും പെണ്ണും ആണോ വേണമെന്നില്ല, എന്തിനും അത് പൂർത്തീകരിക്കാമെന്നുള്ള വാസന. ഒരു ഡമ്മിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പാവകളോ അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗങ്ങളോ മറ്റെന്തെങ്കിലും ജീവികളോ എന്തായാലും മതി, അത് പൂർത്തീകരിക്കുക എന്നുള്ള മാനസികമായ താല്പര്യം അതൊരു ബാധ മൂലം സംഭവിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചില പുരുഷന്മാർക്ക് അല്ലെങ്കിൽ ചില സ്ത്രീകൾക്ക് തോന്നുകയാണ്, സ്ത്രീക്ക് തോന്നുന്നു ഞാൻ പുരുഷനാണെന്ന്, അല്ലെങ്കിൽ പുരുഷന് തോന്നുന്നു ഞാൻ സ്ത്രീയാണെന്ന്. അപ്പോൾ എന്നിട്ട് അവര് അങ്ങനെ ആയി മാറാനുള്ള ശ്രമവും അഭിനയവും സർജറി മൂലമോ മറ്റൊക്കെ അങ്ങനെ സ്ത്രീ പുരുഷനായി മാറുന്നു, പുരുഷൻ സ്ത്രീയായി മാറുന്നു. എന്നിട്ട് മറ്റൊരു എതിർ ലിംഗത്തെ കണ്ടെത്തി അവർ വിവാഹിതരാകുന്നു. അങ്ങനെ തൻ്റെ ലൈംഗിക താല്പര്യങ്ങൾ പൂർത്തീകരിക്കുന്നു. ഈ രോഗം പൈശാചികത മൂലം അല്ലെങ്കിൽ പിശാചിന്റെ ബാധ മൂലം സംഭവിക്കാം. ഇനിയും മറ്റു ചിലർക്ക് അതിനും അപ്പുറം തന്നെ ചില മൃഗങ്ങളായിട്ട് തോന്നുക. ചിലർക്ക് തോന്നുകയാണ് ഞാനൊരു നായയാണ്, അല്ലെങ്കിൽ ഞാനൊരു പാമ്പാണ്, അല്ലെങ്കിൽ ഞാനൊരു പൂച്ചയാണ്. എന്നിട്ട് അതുപോലെ ഒക്കെ ജീവിക്കാനുള്ള ശ്രമങ്ങളും അഭിനയങ്ങളും അല്ലെങ്കിൽ മറ്റു സർജറിയും മറ്റൊക്കെ ചെയ്ത് അത്തരം ജീവികളായി മാറാനുള്ള ശ്രമം. നമ്മുടെ മനോവൈകൃതങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കും. ഞാൻ ഈ പറഞ്ഞ ഈ LGBT എന്നൊക്കെ പറയുന്ന അധാർമിക വൈകൃതങ്ങൾ ഇന്ന് സമൂഹത്തിൽ അതിനെ ഒരു സദാചാരപരമായ ഈ അധാർമികതയെ ജനപങ്കാളിത്തം ലഭിക്കുന്ന ഒരു വസ്തുതയാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ എല്ലാ മേഖലയിലും അതിൻ്റെ ആളുകൾ, പിശാചിൻ്റെ ആളുകൾ, മനുഷ്യ പിശാചുക്കളും സാധാരണ ആ പിശാചുക്കളും കൂട്ടുചേർന്നുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുത നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇതിൻ്റെ പിന്നിൽ പിശാചുക്കളുടെ പ്രവർത്തനമുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം, ഇവിടെ ഇസ്ലാമിന് കൃത്യമായ നിലപാടുണ്ട്. സദാചാരമായി വിവാഹ ജീവിതത്തിലൂടെ നയിക്കുന്ന ഇണജീവിതമല്ലാത്ത മറ്റെല്ലാ ലൈംഗിക താല്പര്യങ്ങളെയും ഹറാം, അത് എതിർലിംഗങ്ങൾ തമ്മിലുള്ള അത്തരത്തിലുള്ള സംസാരങ്ങളായാലും കൂടിക്കാഴ്ചകളായാലും കൂടിച്ചേരലുകളായാലും ഹറാമ എന്ന പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വചനം അതിന് വളരെ കൃത്യമായി അതിർവരമ്പിടുന്ന ഒരു വചനമാണ്. ലാ യൻദുറു റജുലു ഇലാ ഔറത്തിർ റജുലി വലൽ മർഅതു ഇലാ ഔറത്തിൽ മർഅതി വലാ യുഫ്ളിർ റജുലു ഇലർ റജുലി ഫീ തൗബിൻ വാഹിദിൻ വലാ തുഫ്ളിൽ മർഅതു ഇലൽ മർഅതി ഫീ തൗബിൽ വാഹിദ്. ഒരു പുരുഷൻ അന്യ പുരുഷന്റെ സ്വകാര്യതയിലേക്ക് നോക്കാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ ഒരു സ്ത്രീ അന്യ സ്ത്രീയുടെ സ്വകാര്യതയിലേക്ക് നോക്കാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ വല യുഫ്ളിർ റജുലി ഇലർ റജുലി ഫീ തൗബി വാഹിദിൻ, ഒരു പുരുഷൻ ഒരു പുരുഷനുമായി ഒരു വിരിപ്പിൽ ശയിക്കാൻ പാടുള്ളതല്ല. വല തുഫ്ളിൽ മർഅതു ഇലൽ മർഅതി ഫീ തൗബിൽ വാഹിദി, ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയുമായി ഒരേ വിരിപ്പിൽ ശയിക്കാൻ പാടുള്ളതല്ല. നോക്കൂ, മനുഷ്യനെ പുരുഷന്മാര് അതേപോലെ സ്ത്രീകൾ അവർ ഒരേ വിരിപ്പിൽ ശയിക്കുക, അല്ലെങ്കിൽ അവരുടെ മറ്റൊരു പുരുഷന്റെ ലൈംഗികതയിലേക്ക് ഒരു പുരുഷൻ നോക്കുക, അല്ലെങ്കിൽ ഒരു സ്ത്രീ സ്ത്രീയുടെ ലൈംഗികതയിലേക്ക് അല്ലെങ്കിൽ ഒരു സ്വകാര്യ ഭാഗങ്ങളിലേക്ക് നോക്കുക എന്നുള്ളത് കൃത്യമായും ഇസ്ലാം വിലക്കുന്നു. അത് അത്തരം വിഷയങ്ങൾ അതിൻ്റെ തുടക്കത്തിലെ അതിൻ്റെ മുളയിലെ നുള്ളിക്കളയുന്ന ഇസ്ലാമിന്റെ കൃത്യമായ നിലപാട്. അവിടെയാണ് ഇന്ന് ജനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന LGBT എന്നൊക്കെ പറയുന്ന അധാർമിക വൈകൃതങ്ങളെ ഇസ്ലാം കൃത്യമായി അതിൻ്റെ നിലപാട് വ്യക്തമാക്കുന്നത്. അതിൻ്റെ പിന്നിൽ പൈശാചികമായ പിശാച് ബാധ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന വസ്തുത വ്യക്തമാക്കാനാണ് ഈ സബ്ജക്റ്റ് ഞാൻ നിങ്ങളെ സൂചിപ്പിക്കുന്നത്. ഇതിനെ ഖുർആനികമായ ചികിത്സയിലൂടെ
ഇത്തരം രോഗങ്ങൾ പ്രകടിപ്പിക്കുന്ന. ഇപ്പം ഇന്ന് അല്പം മുമ്പ് ഒരു വ്യക്തി വിളിച്ചു. അയാൾക്ക് തോന്നുന്നത് ഞാൻ വലിയ രാജാവാണ്, അല്ലെങ്കിൽ മഹദി ഇമാമാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വലിയൊരാളാണ് എന്ന് തോന്നുകയാണ്. ഇത്തരത്തിലുള്ള തോന്നലുകളുടെ ഒരു ഭാഗമാണ് ഇത്തരം രോഗങ്ങളും. അപ്പം ഞാൻ സൂചിപ്പിക്കുന്നത് അത്തരം രോഗങ്ങളെ ഖുർആനികമായ ചികിത്സയിലൂടെ ചികിത്സിച്ച് ഭേദപ്പെടുത്തുവാൻ സാധിക്കും എന്ന വസ്തുത നമ്മൾ തിരിച്ചറിയുക. നമ്മളെ ഇടയിലുള്ള അത്തരം രോഗികൾക്ക് നമ്മൾ സഹായികളാകുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. കൂടുതൽ അനുഭവങ്ങളിലേക്കും വിഷയങ്ങളിലേക്കും നമുക്ക് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. كفاني علم ربي من سؤال